ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇത് ആദ്യമായിട്ടൊന്നും ഇവിടെ പൊടിച്ചു വളർന്നതൊന്നും അല്ല. ഇത് നേരത്തെ കേരളത്തിലുണ്ടായിരുന്നു. അന്നൊക്കെ കാലാകാലങ്ങളിൽ CPM-നെയാണ് ആ പാർട്ടി പിന്തുണച്ചിരുന്നത്. 2009 മുതലുള്ള കഥ ഓർമ്മയുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 18 മണ്ഡലങ്ങളിൽ ജമായത്തെ ഇസ്ലാമി LDF-ന് വോട്ട് ചെയ്തു. പിന്നീട് 2011 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൽ 128 മണ്ഡലങ്ങളിൽ അവര് CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക്, LDF-ന്റെ സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ചെയ്തത്. അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിക്കുന്നത് CPM-ന് പുത്തിരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബ്ദുൽ നാസർ മദനി, അദ്ദേഹത്തിന്റെ PDP, അവരെത്രയോ കാലം എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. ശംഖുമുഖത്ത് ഒരു ചടങ്ങിൽ പിണറായി വിജയൻ അദ്ദേഹവുമായി വേദി പങ്കിട്ടിട്ടില്ലേ? കുവൈറ്റ് യുദ്ധകാലത്ത് എന്താണ് EMS ചെയ്തത്? സദ്ദാം ഹുസൈനെ അനുകൂലിച്ചുകൊണ്ട് നിലപാടെടുക്കുകയും അതുവഴി മുസ്ലിം വോട്ടുകൾ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമം നടത്തുകയും ചെയ്തില്ലേ? ഈ യുദ്ധത്തിൽ ഞങ്ങള് സദ്ദാം ഹുസൈനൊപ്പമാണ്, നിങ്ങളോ എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ലേ? അഖിലേന്ത്യാ ലീഗുമായിട്ട് അവര് ഐക്യത്തിലായിരുന്നില്ലേ? മുന്നണിയിലെ ഭാഗമായിരുന്നില്ലേ? ഇപ്പൊ പെട്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി CPM-നും പിണറായി വിജയനും ഹറാമായിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുവഴി മൃദു ഹിന്ദുത്വയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ഹിന്ദു വോട്ടർമാരുടെ വോട്ട് നേടിയെടുക്കണം. അതിന് ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറയുക. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിച്ചതാ, അവരുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി, കാശ്മീരിന്റെ സ്വയം ഭരണാവകാശത്തിന് വേണ്ടി വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാതിരിക്കുക. അത് തിരിച്ചടിച്ചെന്ന് മനസ്സിലായി. അപ്പം ഹിന്ദു വർഗീയതയെ കൂട്ടുപിടിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം എന്ന നിലയിലാണ് ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് കോൺഗ്രസും ജമായത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.